വിദ്വേഷ പ്രസംഗത്തിലൂടെ പലതവണ വിവാദത്തിൽപ്പെട്ട കർണി സേന ദേശീയ വൈസ് പ്രസിഡന്റ് താക്കൂർ യോഗേന്ദ്ര സിംഗ് റാണ പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവും ഹരിയാന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമായ ഇഗ്ര ഹസനെതിരെയാണ് വീഡിയോ. ഇഗ്ര ഹസനെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് എന്ന യോഗേന്ദ്ര സിംഗ് വീഡിയോയിൽ പറയുന്നു. ഇഗ്ര ചൗധരി ഹസൻ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാന മണ്ഡലത്തിൽ നിന്നുള്ള BJPയുടെ പ്രദീപ് കുമാറിനെ 70,000-ഓളം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ലോക്സഭയിലെത്തിയത്. ഏറെക്കാലം പാർലമെന്റ് അംഗമായിരുന്ന ചൗധരി മുനവർ ഹസന്റെ മകളാണ് ഇഗ്ര. മാതാവ് ബീഗം തബസും ഹസൻ ലോക്സഭാ അംഗമായിരുന്നു. രാജ്യത്തെ പ്രായം കുറഞ്ഞ എംപിമാരിൽ ഒരാളാണ് ഇഗ്ര ഹസൻ. 1994 ഓഗസ്റ്റ് 2-നാണ് ജനനം. ഇവരുടെ പൊതുരംഗത്തെ ഇടപെടൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. പക്വതയോടെ സംസാരിക്കുന്ന ഇഗ്ര ഹസൻ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും പ്രിയപ്പെട്ടവളാണ്. രാഷ്ട്രീയ രംഗത്ത് നിരവധി പേർ പ്രവർത്തിക്കുന്ന കുടുംബത്തിലെ അംഗമാണ് ഇഗ്ര. ഇവരെക്കുറിച്ച് മോശമായിട്ടാണ് യോഗേന്ദ്ര സിംഗ് റാണ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇഗ്ര ഹസൻ MP അവിവാഹിതയാണ്. എനിക്ക് സ്വന്തമായി നല്ലൊരു വീടുണ്ട്, അത്യാവശ്യം സ്വത്തുക്കളുമുണ്ട്. മുറാദാബാദിൽ നിരവധി വീടുകളുണ്ട്. കാണാൻ തരക്കേടില്ല. തന്റെ ഭാര്യയിൽ നിന്നും അനുമതി വാങ്ങിയിട്ടുണ്ട്. ഇഗ്ര ഹസന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്നെ വിവാഹം കഴിക്കാം. ഇഗ്രയ്ക്ക് എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ സൗകര്യമൊരുക്കാം. അസറുദ്ദീൻ വൈസിയും അക്ബറുദ്ദീൻ വൈസിയും തന്നെ അളിയൻ എന്ന് വിളിക്കണം എന്ന ഉപാധിയുണ്ട്. ഇഗ്ര ഹസനെ വിവാഹം ചെയ്യാൻ സമ്മതമാണ് എന്നാണ് വീഡിയോയിൽ യോഗേന്ദ്ര സിംഗ് റാണ പറയുന്നത്. വീഡിയോ വൈറലായതോടെ വലിയ വിവാദമായി. നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സമാജ്വാദി പാർട്ടി നേതാക്കളും പ്രവർത്തകരും യോഗേന്ദ്ര റാണയെ വിമർശിച്ചു. വനിതാ MPയെ റാണ അപമാനിച്ചെന്നും അപമര്യാദയായിട്ടാണ് വീഡിയോ ചെയ്തത് എന്നും കുറ്റപ്പെടുത്തലുകളുണ്ടായി. വിമർശനം ശക്തമായതോടെ 2 മണിക്കൂറിന് ശേഷം റാണ വീഡിയോ ഡിലീറ്റ് ചെയ്തു. വനിതാ നേതാക്കളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയാണ് യോഗേന്ദ്ര റാണ ചെയ്തത് എന്ന് സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തി. റാണയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇഗ്ര ഹസൻ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വൈസി സഹോദരന്മാരുടെ പേരുകൾ കർണി സേന നേതാവ് വീഡിയോയിൽ പറയാൻ കാരണം എന്ത് എന്നതും വ്യക്തമല്ല.